ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ലാസ ഡ്രൈവിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വരാനുള്ള കാര്യം, മോൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ വിട്ടില്ല. കാര്യം എനിക്ക് പേടിയുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഇക്കാര്യം പറഞ്ഞ് വേണ്ട, കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിടണ്ട, ഒരുപാട് കുട്ടികളുണ്ടാവും, നല്ലപോലെ ശ്രദ്ധിക്കും, സ്കൂളിൽ നിന്ന് ശ്രദ്ധിക്കുമെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് അകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ടിക്കറ്റ് എടുത്തത്. എന്തായാലും ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പം. 4 മണിക്ക് 3:30ക്കാണ് വാട്ടർ പാർക്ക് തുറക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ടിക്കറ്റ് എടുത്തിട്ട് വന്നു. ഒരാൾക്ക് വന്നത് 150 രൂപയാണ്. ഇച്ചുവിന് 4 വയസ്സിന് മേൽപോട്ടുള്ളവർക്ക് 150 രൂപ വെച്ചെടുക്കണം. ഇച്ചുവിന് 150 രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അവർക്ക് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വാട്ടർ തീം പാർക്കിൽ എത്ര വയസ്സ് വേണമെങ്കിലൊന്നുമില്ല, മിനിമം 3 വയസ്സിന് മേൽപോട്ടുള്ള കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറക്കുകയുള്ളൂ, വിത്ത് പാരൻ്റൽ കൺട്രോൾ. അതായത് നമ്മൾ പാരൻസിൻ്റെ കൺട്രോളിൽ അവരെ വിടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേർക്കും കൂടെ ടിക്കറ്റ് എടുത്തു. ഓരോ ടിക്കറ്റിൻ്റെ കൂട്ടത്തിലും ഒരു കപ്പ് ഐസ്ക്രീം ഫ്രീ ആണ്. അത് ഏത് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ അതും നമ്മൾ മേടിച്ചില്ല. അത് പൂക്കാൻ നേരത്താട്ടോ ഞങ്ങൾ മേടിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് വളവള സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല. നമുക്കിപ്പം പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് ഇതാകാം. എന്തായാലും പിള്ളേരുമായിട്ട് വന്നാൽ മോശമാവത്തില്ല. എൻജോയ്മെൻറ്റ് ചെയ്യാൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള പാർക്കൊക്കെ പുറകിലുണ്ട്. അതിനൊക്കെ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 50 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഞങ്ങൾ വരാൻ കാര്യം, ഇവൾക്ക് വരണമെന്നുള്ള ആഗ്രഹം, സ്കൂളിൽ നിന്ന് പോയതല്ലേ, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ കൊണ്ടുപോ എന്നുള്ള ഒരു ഇതിൽ ആയിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞത്. എന്നെ കൊണ്ടുപോകുക, സ്കൂളിൽ നിന്ന് ഉമ്മ വിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ബഹളം ഉണ്ടാക്കിയായിരുന്നു. ഞാനും പറഞ്ഞിരിക്കാം നമുക്കപ്പോൾ എന്നൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇക്ക വന്നിട്ട് മുതൽ അവൾ ബഹളം, പാപ്പി പോകാം, പാപ്പി വാ പോകാം, പാപ്പിന്ന്. അപ്പോൾ അങ്ങനെ ഇതിനകത്തൊക്കെ തന്നെയാണ് കേട്ടോ കയറിയത്. ഇത് ആ ജമ്പിങ് സാധനം, വെള്ളത്തിലിറങ്ങാൻ നമുക്ക് പേടിയുമായിരുന്നു. ട്രെയിനിലൊക്കെ ഞങ്ങൾ കയറി. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ, ഒരുപാട് നേരം ഇതിനകത്ത് പിള്ളേരുമായിട്ട് വന്നാൽ ബോറടിക്കത്തില്ല എന്നാണ് എൻ്റെ വിചാരം. പിള്ളേരുടേതായ രീതിയിൽ കളിക്കാനായിട്ട് പൊയ്ക്കോളും. വെള്ളത്തിലൊന്നും പോയി വീഴുമെന്നുള്ള പേടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ മോനെയും മോളെയും കൂടെ ഇത് ഈ ജമ്പിങ്ങിനകത്തോട്ടിട്ട് അവനിക്ക് വലിയ താല്പര്യം. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നേ. പിന്നെ അവൾ സ്പീഡിൽ ചാടാൻ തുടങ്ങിയപ്പോൾ അവനിക്കൊരു പേടി വരാൻ തുടങ്ങി. അങ്ങനെ പോയി നിർത്തിയില്ല. പിന്നെ ഇതേപോലുള്ള കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും നമുക്ക് അതിന് പ്രത്യേകം ക്യാഷാണ്. 100 രൂപ എന്താണ്ടാ കൊടുത്താൽ 6-7 റൗണ്ട് നമുക്ക് അവിടെ മൊത്തം ചുറ്റാൻ പറ്റും. ചെറിയ പാർക്കാണ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പാർക്കാണ്. പിള്ളേർക്ക് വന്നാൽ ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിൽ നല്ല എൻജോയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനെടുത്ത് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. ഞാൻ ഇട്ട ഡ്രസ്സോട് കൂടിയാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് ചാടിയത്. വെള്ളത്തിലിറങ്ങാൻ ഒരാൾക്ക് 250 രൂപയാണ് വരുന്നത്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് വെള്ളത്തിൽ സമയം ചിലവഴിക്കാവുന്നതാണ്. ഞാനപ്പം ഇവളുമായിട്ട് ഞാൻ കയറി. പക്ഷെ അവൾക്ക് പേടിയുണ്ട് കേട്ടോ. കാര്യം വെള്ളത്തിലോട്ട് ഇങ്ങനെ കറങ്ങി ഇപ്പോൾ വരുന്ന വരവ് തന്നെ കണ്ടോണം. ഞാൻ മറ്റേ ഈ ഷീറ്റില്ലാതെ പതുക്കെയാണ് ഞാൻ അവളെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കയറാൻ തോന്നിയത്. അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് നിരട്ടിയാണ് വരുന്നത്. കാര്യം അവൾക്കൊരു പേടിയുണ്ട്, സ്പീഡിൽ വന്ന് വെള്ളത്തിൽ വീഴുമ്പം എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് അങ്ങനെ നിന്ന്. പിന്നെ ഈ കാണുന്ന ഫ്ലൈറ്റിലൊന്നും കയറാൻ പൈസ ഇല്ല. ഞാൻ അതിനകത്ത് കയറി പരിസരമൊക്കെ ഞങ്ങളൊന്ന് കണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ വെള്ളത്തിൽ കിടക്കുവാണ് കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ബോളിൻ്റെ പുറകിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. സൈഡിൽ എൻ്റെ മോളെ ഞാൻ ഇരുത്തിയിട്ടുണ്ട്. ഇവളെ കയറ്റിയ സമയത്ത് എൻ്റെ മോനെയാണ് കയറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയേനെ. അവൻ നല്ലപോലെ എല്ലാം എൻജോയ്മെൻറ്റ് ചെയ്തേനെ. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുമായിട്ട് കുറച്ചും കൂടെ സംസാരിച്ച് അവരുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. പോകാൻ നേരത്താണ് ഇങ്ങനൊരു കോട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞപ്പോൾ മൂത്താപ്പ ബോളിടാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ അവിടെ പോയി. ഇങ്ങനെ പൊക്കി അങ്ങോട്ട് വെള്ളത്തിൽ എടുത്തിടുക. അപ്പം ഇവർക്ക് ബബലുവിനും ഇച്ചുവിനും കൂടെ നടക്കത്തില്ലല്ലോ ഇടല്. അപ്പം പിന്നെ ഞാൻ സഹായിച്ചു. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഇതിങ്ങനെ ഡ്രസ്സ് ചെയ്ത് കയറി. ബാഗിൽ ഫോണും കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് എൻജോയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 5:30-6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കടയിൽ നിർത്തിയൊരു ചായയും ഞങ്ങൾ വടയൊക്കെ കഴിച്ചു. മുട്ട ബജി കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതൊന്നും അല്ല. പിന്നെ മുട്ട ബജി കണ്ടപ്പോൾ മൂത്താപ്പ മുട്ട ബജി ഇതിനകത്ത് ചമ്മന്തിയും മുളകും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടോടെ കഴിക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് മേടിച്ച് കഴിച്ചു. പിന്നെ വട മേടിച്ചു. പിന്നെയും
പിന്നെ രണ്ടാമത്തെ സെറ്റ് മുട്ട ബജിയും കൂടെ മേടിച്ച് ഇതെല്ലാം കൂടെ എടുത്ത് കഴിച്ചും ഞങ്ങൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു.